കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വമ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ചരിത്രമിറങ്ങുന്ന ശാസ്താംകോട്ടയുടെ രാജവീതികളിലൂടെ കടന്നു വരികയാണ്. ബഹുമാന്യരെ, ജനാധിപത്യ വിശ്വാസികളെ, നികുതിയാക്കാര ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അട്ടപ്പൂക്കളമിട്ടതിനും പാർത്ഥസാരഥിയുടെ പ്രബലധ്വജം പുഷ്പം കൊണ്ട് നിർമ്മിച്ചതിനും ക്ഷേത്ര ഭരണസമിതിയുടെയും CPM-ന്റെയും നിർദ്ദേശാനുസരണം സൈനികരടക്കമുള്ള 27 രാജ്യസ്നേഹികളായ ചെറുപ്പക്കാർക്കെതിരെ കള്ളക്കേസെടുത്ത ശാസ്താംകോട്ട പോലീസിന്റെ വിവാദ നടപടിക്കെതിരെ മറ്റൊരു നാട്ടുകാരൻ കൂടെ നമ്മളോട് ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ്? അത് വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ച് ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യ നേടിയ ഒരു വിജയമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ആ വിജയത്തെ താർക്കുക. അപ്പോൾ ഇവർ ഈ നിൽക്കുന്ന ആൾക്കാർ ഇന്ത്യക്കാരല്ലേ? അപ്പോൾ ഇന്ത്യക്കാരുള്ള ആൾക്കാർ ഇന്ത്യയുടെ വിജയത്തെ താർക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. വിശ്വഹിന്ദു പരിഷത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. വിശ്വഹിന്ദു പരിഷത്ത് എല്ലായ്പ്പോഴും ഇന്ത്യയോടൊപ്പമാണ് നിൽക്കുന്നത്, രാജ്യത്തിനോടൊപ്പമാണ് നിൽക്കുന്നത്. ആ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഇവരുടെ നിലപാടിനെ കൃത്യമായിട്ട് നമ്മൾ എതിർക്കുന്നു. നമ്മൾ നാളെ മുതൽ അടുത്ത സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ വിജയം നമ്മളെ സംബന്ധിച്ച് ഭാരതമാണ് വലുത്, അല്ലാതെ നമ്മളെ സംബന്ധിച്ച് പാകിസ്ഥാനല്ല വലുത്. ഈ പാകിസ്ഥാൻ അനുകൂലികൾ നമ്മൾ ഒരു കാരണവശാലും പറയത്തില്ല. പാകിസ്ഥാൻ അനുകൂലികൾ നടത്തിയ ഈ പരിപാടി അതിന് കേരളത്തിന്റെ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടാവും, ഉണ്ടായിക്കോട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ ഒരു കാരണവശാലും ഞങ്ങൾ വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ച് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് ഈ ഒരു നാട്ടുകാരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. കൊല്ലം ജില്ലയില് കുന്നത്തൂർ താലൂക്കിൽ മുതലക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എല്ലാ വർഷവും നടന്നു വരുന്ന പൂക്കളം, അത്തപ്പൂക്കളം എന്ന നിലവാരമനുസരിച്ച് ഇവിടുത്തെ പ്രദേശവാസികളായ കുറെ ചെറുപ്പക്കാര് അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ വളരെ ഭാഗികമായിട്ട് ഇവരിവിടെ സംഘടിച്ച് അവര് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന ഈ പരിപാടി ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് അവർ ആഘോഷിച്ചു. അപ്പോൾ നമ്മുടെ തനിമ എന്നുള്ള നിലവാരമനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളൊരു വാക്ക് ലാസ്റ്റിൽ എഴുതി അതിനെ തുടർന്നുണ്ടായ ഒരു വിഷയമാണ് ഇന്നിവിടെ കാണുന്ന ചട്ടക്കൂട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഇന്ത്യൻ പൗരനും മനസ്സിലാക്കേണ്ടതാണ്. ആ ഓപ്പറേഷൻ സിന്ദൂരിനെ സംബന്ധിച്ചവിടെ മറ്റൊന്നും ഒരു വികാരവും അവിടെ നടത്തേണ്ട ഒരു കാര്യമില്ല. ഇത് ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ പുരോഗമനം അനുസരിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ വളർച്ചയാണ്. ഇവിടുത്തെ വളർച്ച എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ചയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ വളർച്ച. ഈ ക്ഷേത്രം എങ്ങനെയെങ്കിലും അധപ്പതിപ്പിക്കുക എന്നുള്ള ലക്ഷ്യബോധത്തിൽ ഇവിടുത്തെ കുറെ സമൂഹ വിരുദ്ധർ ബോധപൂർവ്വം മനസ്സിലാക്കി ചെയ്യുന്ന ഓരോരോ വിഷയങ്ങളാണ് ഇപ്പം ഉടലെടുത്തിരിക്കുന്നത്. ഇതിനെ ശക്തമായിട്ട് ഇവിടുത്തെ ഭക്തരും നാട്ടുകാരും നല്ലവരായ ആൾക്കാർ പ്രതികരിക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കാം. ഇത് തിരുവോണത്തിനന്ന് ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് പൂക്കളമിട്ടതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇത് എല്ലാ വർഷവും വിശ്വാസികൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഈ പ്രാവശ്യം മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ചില തൽപര കക്ഷികൾ, അതായത് ഇവിടുത്തെ ഭരണസമിതിയിലെ ആൾക്കാർ രാഷ്ട്രീയപരമായി പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്ത ഒരു ഇതായിട്ടാണ് കാണേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അത്തപ്പൂക്കളത്തിൽ ഇടുന്നത് ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം
അവരുടെ അഭിമാന പ്രശ്നമാണ്. അത് ഒരു കേസിനാസ്പദമായ ഒരു കാര്യമായി ഒരിക്കലും പരിഗണിക്കാവുന്നതല്ല. പക്ഷേ അവർ എടുത്തിരിക്കുന്ന കേസും ഒരു സൈനികൻ ഉൾപ്പെടെയുള്ള 25 പേരുടെ പേരിലാണ്. അത് തികച്ചും അപലനീയമാണ്. അത് വിശ്വഹിന്ദു പരിഷത്ത് ഹിന്ദു വിശ്വാസി സമൂഹങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാനുള്ള സംഘടനയാണ്. ഇത് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഇതിനെതിരായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളിലും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. ഞങ്ങൾ നാളെ ഒരു പോലീസ് സ്റ്റേഷൻ പ്രകടനം നടത്തുന്നുണ്ട്. അപ്പം കൂടുതൽ വിശ്വാസികളെ സംഘടിപ്പിച്ച് പോലീസിൻ്റെയും ഇവിടുത്തെ ഭരണസമിതിയുടെയും താൽപ്പര്യങ്ങൾക്ക് എതിരായിട്ട് വിശ്വാസികളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള യജ്ഞത്തിൽ ഭാഗഭാക്കാവുകയാണ്. അതാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പക്ഷത്തു നിന്നും ഇപ്പോൾ പറയാൻ. നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഉള്ളത് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് അറിയാം, കേരള പോലീസ് നിരവധി ചെറുപ്പക്കാർക്ക് എതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കേസെടുത്ത ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറേ, എന്താണ് പറയാനുള്ളത്? ഇവിടെ എല്ലാ വർഷവും ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ഈ വർഷങ്ങളായിട്ട് ഏകദേശം 10-15 വർഷങ്ങളാണ് പൂക്കൾ ഇട്ട് വരുന്നതാണ്. കഴിഞ്ഞ വർഷവും ഇട്ട്, ഈ വർഷവും ഇട്ട്. ഈ വർഷം ഞങ്ങൾ 2 പട്ടാളക്കാർ മെയിൻ മുന്നിട്ട് ചെയ്യുന്നതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അവധിയിൽ വന്നതാണ്. അപ്പം അത് ആലേഖനം ചെയ്യാൻ നോക്കാം. കാരണം കൂടുതൽ നല്ല രാഷ്ട്രത്തിന് ഏറ്റവും കൂടുതൽ ആത്മാഭിമാനം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും നമ്മളത് ആലേഖനം ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോലീസ് വന്നിട്ട് അത് ക്ഷേത്രസഭയുടെ അച്ചാരം വാങ്ങുന്ന രീതിയിൽ തന്നെ വന്നിട്ട് ഇതിനെതിരെ ഇത് പൂക്കളം അയച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കലാപത്തിനെതിരെ കേസെടുക്കുന്നു പറയുന്നുണ്ട്. ഈ പൂക്കളയിട്ട് രാവിലെ തന്നെ പോലീസുകാരിവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ പോലീസിന്റെ വീഡിയോ സഹിതം നമ്മുടെ കയ്യിലുണ്ട്. അവർ പറയുന്നതിനകത്ത് ഇത് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്തിനാണ് ഇട്ടതെന്നുള്ളതിന്റെ വീഡിയോ വൈസ് ഏകദേശം എല്ലാ സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന ഈ ശാസ്ത്രസഭാ സെക്രട്ടറിയായ ശ്രീ അശോകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെയും വീഡിയോ ക്ലിപ്സിനകത്തുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയാണ്. അത് ക്ലിയർ ആയിട്ട് അതിനകത്ത് വോയിസ് ക്ലിയർ ആണ് അതിനകത്ത് വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സംസാരിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്സാണ് കറങ്ങി നടക്കുന്നത്. ഈ ഒരു പൂക്കളയിട്ടതിനകത്ത് എന്ത് രാഷ്ട്രീയപരമായിട്ട് ഇതൊന്നാണ്, എന്ത് കലാപമാണ് ഇന്നതുണ്ടായത്? പൂക്കളയിട്ട് ഇന്ന് 2ാമത്തെ ദിവസം കഴിഞ്ഞു. ഇന്ന് വരെ എന്ത് കലാപം ഉണ്ടായത്? കഴിഞ്ഞ വർഷം ഇതേ പൂക്കളമാണ് ഇട്ട് ഇതേ കൊടി ആലേഖനം ചെയ്തു. ഇത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. പാർത്ഥസാരഥി രഥത്തിന് മുകളിൽ പാറി പറക്കുന്ന കൊടി, ആ കൊടി തന്നെ ആലേഖനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചുറ്റും നോക്കിയാൽ മതി. ഈ ക്ഷേത്രസഭയിൽ ഒട്ടിച്ചിരിക്കുന്ന സകല ഫ്ലെക്സിലും എല്ലാ ബോർഡിലും ഈ പറയുന്ന കാവി കൊടി തന്നെ ഉണ്ട് താനും. ഇനി ഈ പരാതി കൊടുത്തവർ ഈ കൊടി RSSന്റെ കൊടിയാണെന്ന് തെറ്റിദ്ധരിച്ചാണോ കൊടുത്തത്? തീർച്ചയായിട്ടും അല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പാർത്ഥസാരഥി ക്ഷേത്രമാണ്. പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ സാരഥിയാണ്. ആ സാരഥിയുടെ രഥത്തിന് മുകളിൽ പറക്കുന്ന ഒരു കൊടിയുണ്ട്. ചുറ്റും ഒന്ന് ക്യാമറ നോക്കി കഴിഞ്ഞാൽ അതേ ഇത് തന്നെ കാണാൻ പറ്റുന്നത്. ഭാരതത്തിൽ ജനിച്ച ഓരോ ഹിന്ദുവിനും അറിയാം അത് ഏത് കൊടിയാണെന്ന്. തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു വാക്ക് RSS BJP അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇതാക്കുന്നത് നോക്കിയാൽ മതി. ഒരിക്കലും അത് കാണാൻ സാധിക്കും. ഒരു സെക്കൻഡ്, ഈ ഒരു പൂക്കളമാണ് ഇവിടെ ആയിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിരുന്നത്. അത് ഇതിനകത്ത് ഒന്നും ഒരു മറ്റു പാർട്ടികളുടെ പേരുകളോ ഒന്നും ആലേഖനം ചെയ്തിട്ടില്ല. ഈ പറയുന്നത് ആ ഒരു കൊടിയും പിന്നെ ഏകദേശം 50 മീറ്റർ മാറി അവിടെ മുതുവിലാക്കാട് ദേശം എന്നൊരു ഫ്ലെക്സ് ഉണ്ട്. ഈ നാടിന്റെ പേര് മുതുവിലാക്കാട് എന്നാണ്. മുതുവിലാക്കാട് നാടിനെ മുതുവിലാക്കാട് ദേശം എന്നാണ് അറിയപ്പെടേണ്ടത്, അല്ല മറ്റു പേരിലല്ല. ആ ദേശം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരിക്കൽ പൊളിറ്റിക്കൽ വേർഡോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരോ വെച്ചിട്ടില്ല. അതിനകത്ത് ഛത്രപതി ശിവജിയുടെയാണ്. ഛത്രപതി ശിവജി എന്ന് വെച്ചാൽ നമ്മൾ അല്പം ഗർവ് കൊള്ളേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് തന്നെ ശിവജിയുടെ സ്റ്റാമ്പ് ഉണ്ട്. തീർച്ചയായിട്ടും അതാ ഇതൊന്നും ഇവർക്കറിയില്ല. ഇവനെതിരെ രാഷ്ട്രീയവൽക്കരിച്ച് ഇത് RSS ആണ് BJP ആണെന്നുള്ള രാഷ്ട്രീയവൽക്കരിച്ച് അങ്ങ് വേറെ തരത്തിലേക്ക് കൊണ്ടുപോവാണ്. പൂക്കളം ഇട്ടപ്പോ നമ്മുടെ കൂടെ RSS മാത്രമല്ല, എല്ലാവരും ഇല്ലായിരുന്നില്ല. തീർച്ചയായും എല്ലാവരും ഉണ്ട്. ഈ നാട്ടുകാരെല്ലാം ചേർന്നില്ലേട്ടെ. ഇതിനകത്ത് ഏകദേശം ഈ പൂക്കളിടാനുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നത് പോലും എല്ലാവരും ചേർന്നാണ്. എല്ലാവരിൽ നിന്നും 100-200 സാമ്പത്തിക സഹായം ചെയ്തിട്ടാണ് ഈ പൂക്കളിടുന്നത്. ഇത് ഇന്നല്ല, രാഷ്ട്രീയം നോക്കിയല്ല ആരും പിരിവന്നത്. തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ഏകദേശം 10-15 വർഷങ്ങളായിട്ട് ഈ പുന്നദേവരുടെ നടയിൽ ഈ പൂക്കൾ ഇട്ട് വരുന്നതാണ്. ഇത് ഈ വർഷം മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഏകദേശം 15 വർഷത്തോളം കാലം. കഴിഞ്ഞ വർഷവും ഒരു കൊടിക്ക് പകരം 2 കൊടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ ഒരു വർഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും ഒരു കലാപം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷവും ഇതേ കൊടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഈ കൊടിയാണ് അവർക്ക് കുരുപൊട്ടാനുള്ള ഒരു കാരണം അല്ലേ? തീർച്ചയായിട്ടും ഇത് കൊടി മാത്രമല്ല, ഇതിനകത്ത് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് 2 പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ക്ഷേത്രസഭയിലെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ 2 വോയിസ് ക്ലിപ്പുകൾ, വീഡിയോ ക്ലിപ്പുകൾ ഏകദേശം സൈബർ ഇടങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. നമ്മൾ ഒരിക്കലും
ആരോപണം ഉന്നയിക്കുമല്ല, പ്രോപ്പറായിട്ടുള്ള ലൈവ് വീഡിയോസ് ആയതുകൊണ്ട് ഇത് ലൈവ് പോയതാണ്. അതിനകത്ത് വരെ ഇന്ന് കറക്റ്റ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള കറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തിനാണ് പരാതിയായിട്ട് പോയവര് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെയും അഭിമാനകരമായ ഒരു നേട്ടത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്തവരാണ് എന്നല്ലേ അത് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും മാറിച്ചോക്ക് ഇവിടെ ഏകദേശം 10-25 അല്ല ഏകദേശം 10-30ഓളം പേരുണ്ടായിരുന്നു. അതിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഒന്നാം പ്രതിയെ ഒരു എക്സ് സർവീസ്മെൻ ആയിട്ടുള്ള ശരത്തിനെതിരെ, രണ്ടാം പ്രതിയെ സർവീസ് പേഴ്സൺ ആൾ എനിക്കെതിരെയാണ്. ഈ ഒരു കേസ് കോടതിയിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ടോ അറിയില്ല, കോടതി എങ്ങനെ വിലയിരുത്തുന്നുള്ളത്. കാരണം ഒരു പൂക്കളായിട്ട് ചേട്ടാ ഒന്ന് നോർമലായിട്ട് ചിന്തിക്കുക. നമ്മൾ ഭാരതത്തിൽ അല്ല കേരളത്തിൽ ജീവിക്കുന്നെങ്കിലും ഒരു മതേതര രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നെങ്കിലും ഒരു പൂക്കളെ ഇട്ടതിനകത്ത് എന്ത് കലാപം സൃഷ്ടിച്ചു എന്നുള്ള തീർച്ചയായും ഈ ഒരു ചോദ്യം കോടതിയിൽ എത്തുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ജഡ്ജി തീർച്ചയായിട്ടും ചോദിക്കും. ഇത് കോടതിയിൽ ഒരു കാരണവശാലും നിലനിൽക്കാൻ ഇല്ല എന്ന് സാമാന്യ ബോധമുള്ള അല്പ സ്വല്പമൊക്കെ നിയമം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. ഇത് കോടതിയിൽ ഇത് നിലനിൽക്കില്ല. എന്തായാലും ഈ ഒരു ക്ഷേത്രം പിന്നെ ഇത്രയും വൈറലാക്കിയതിനും പൂക്കളം വൈറലാക്കിയതിനും ഒരു കണക്കിന് നന്ദി പറയേണ്ടത് പരാതിക്കാരോടാണ്. അടുത്ത വർഷവും ഇതുപോലെ പരാതി കൊടുക്കണം. തീർച്ചയായിട്ടും പൂക്കളോടോ ഇത്രയും വർഷം പൂക്കളോട്ട് അടുത്ത വർഷം അതുപോലെ തന്നെ പോകും.